തുടരാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് പുതിയ പ്രസിഡന്റും പുതിയ സെക്രട്ടറിയും വന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അത് കൂടുതൽ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കരുത്തുറ്റ സംഘടനയായാണ് ഇതിനകം നിങ്ങളുടെ സംഘടന മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ആ കരുത്ത് നിലനിർത്തി കൂടുതൽ ശക്തിപ്പെടാൻ സംഘടനയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതിൽ ചുമട്ടുതൊഴിലാളികൾക്കും ഭരണ നടപടികളെക്കുറിച്ച് സംതൃപ്തി തന്നെയാണുള്ളത് എന്നാണ് കരുതേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുമട്ടുതൊഴിലുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിയമം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ നിയമത്തിൽ ചില ഭേദഗതികൾ വേണമെന്ന് ക്ഷേമനിധി ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യവും സംസ്ഥാന സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ കാർഡ് കൊടുക്കൽ അധികാരം ALOമാരിൽ നിന്ന് ക്ഷേമനിധി ബോർഡിലേക്ക് മാറ്റണം എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങളൊക്കെ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതും ഉചിതമായ തീരുമാനം എടുക്കുന്നതുമാണെന്നാണ് ആദ്യമായും എനിക്ക് അറിയിക്കാൻ. ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ഒട്ടേറെ നീക്കങ്ങൾ ബോധപൂർവം നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും ജനങ്ങൾ പൊതുവിൽ അത് അംഗീകരിക്കാതെ അടുത്ത ദിവസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മനോഭാവം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്നൊരു പ്രതികരണം ഉണ്ടായി. അതാണ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സാഹചര്യം വെച്ചാൽ കക്ഷികളുടെ മുന്നണികളുടെ ശാക്തിക നില വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം UDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദിനുണ്ടായിരുന്നു. അത്തരമൊരു മണ്ഡലത്തിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മത്സരത്തിലിറങ്ങിയത്. ആത്മവിശ്വാസത്തിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മുന്നണി, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മുന്നണി, ജനതാൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മുന്നണി. LDFന്റെ കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരും നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ കാര്യമായി പ്രശ്നങ്ങൾ പരിശോധിച്ച് കേരളത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിലയിരുത്തലിലൂടെ വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യുക എന്നതാണ് LDFന്റെ ഉറച്ച ആത്മവിശ്വാസത്തിന് കാരണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDFനെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു മുന്നണി എന്ന പ്രതീതി ഉണ്ടാക്കാൻ വലിയ ശ്രമം കേരളത്തിലെ വലതുപക്ഷം നടത്തി. എങ്ങനെയൊക്കെയായിരുന്നുവെന്ന് നിങ്ങളെല്ലാവരും കണ്ടതായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബോധപൂർവം ഒട്ടേറെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ വേണ്ടി LDF ഗവൺമെന്റ് മറ്റേത് ഗവൺമെന്റിൽ നിന്നും വ്യത്യസ്തമായി സ്വീകരിച്ച ഫലപ്രദമായ നടപടികളെ പോലും ആക്ഷേപിക്കാനും കരിവാരിത്തേക്കാനും ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഗവൺമെന്റിനോ LDFനോ അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള പതർച്ചയും ഉണ്ടായില്ല. കാരണം സ്വീകരിച്ച നടപടികൾ അത്രയും നാടിനോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടുള്ളതാണ് എന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പതർച്ചയും ഉണ്ടായില്ല. വല്ലാതെ ശബ്ദമെടുത്തവരുണ്ട്, ഒരുപാട് കടലാസുകളും മഷിയും ചെലവിട്ടവരുണ്ട്. എല്ലാം LDFന് ഏതെങ്കിലും തരത്തിലൊന്നും പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാനേ. ഇതിന്റെ എല്ലാം മൂർധന്യത്തിലാണ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടന്നത്, വോട്ടിംഗ് നടന്നത്, ഫലവും വന്നത്. ഫലം വന്നപ്പോൾ കണ്ടതെന്താ? ആർക്കും സമ്മതിക്കേണ്ടി വന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വലിയ തോതിൽ വർദ്ധിച്ചു. 1,00,000-ലധികം വോട്ടിന്റെ വർധനവ്. എന്നാൽ LDFന്റെ വോട്ടും ശതമാനവും വർദ്ധിച്ചപ്പോൾ UDFന്റെ വോട്ടും ശതമാനവും വർദ്ധിച്ചില്ല.